എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 125 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ മൊത്തം സ്ഥലം ഫ്രീസ് ആയതുപോലെ അവർക്ക് മനസ്സിലായില്ലേ. ഇത് കണ്ടിട്ട് മൂകു, നീ ചെയ്യുന്നത് പിന്നെ നിന്റെ ടീച്ചർ യാവച്ചം ചെയ്താലും ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യില്ല. അതിന് ശിവൻ, നീ എൻ്റെ ടീച്ചറിനെ കമ്പയർ ചെയ്യാൻ ഒരു യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ബോൺസിലെ ഫ്ലെയിം അതെടുക്കുകയാണ്. അതിൻ്റെ എഫക്റ്റ് അവിടെ മുഴുവൻ മാറാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ശിവൻ ബോൺസിലെ ഫ്ലെയിം യാവച്ചന് ഇവനത് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. ബാക്കിയുള്ളവർ 3 ഹെവൻലി ഫ്ലെയിം അവൻ്റെ കയ്യിലുണ്ട് എന്ന് കണ്ട അതിശയം. മോഹന് കണ്ടിട്ട് അസൂയ. അവന്റെ ഹെവൻലി ഫ്ലെയിം അത് എനിക്ക് ഉള്ളതാണ്. ശിവൻ അതുപോലെ ഫാലൻ ഹാർട്ട് ഫ്ലെയിം, ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം കൂടി ഒരുമിച്ചാകുന്നു. എന്നിട്ട് അതിനുള്ളില് ലെവൽ 8 പിൽസ് അത് പുറത്തെടുത്ത് അതിനുള്ളിലേക്ക് ആക്കുവാണ്. അതിന്റെ അവർ അത്ര ടെറിഫിക്കായിരുന്നു. മോഹനും കാര്യം മനസ്സിലായില്ല. ശിവാനിയപ്പോ ഇതേപോലെ യാവച്ച് A ലെവൽ പിൽസ് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ ഒന്നായിരുന്നു. നീ പറയുന്നത് സ്പിരിച്വൽ എൻഹാൻസ്മെന്റ് ടെക്നിക്കാണോ? അതാണ് യാവച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തത്. ഇവനെ അതെല്ലാം പഠിപ്പിച്ചു. നീ ഇപ്പൊ അവനോട് നന്ദി പറയണം. കാരണം അല്ലായിരുന്നെങ്കിൽ ഇപ്പം മൂക്കു ജയിച്ചനി. സോങ്ക്യുങ് തന്നെ ഇത് വെച്ച് അവൻ ഫയർ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് എന്ന പുച്ഛമാണ്. ശിവൻ മനസ്സിൽ ഇത് തന്നെയാണ്. കാരണം അവന് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോയാൽ പിൽസ് പൊട്ടിത്തെറിക്കും, തോൽക്കും. അതിനൊരു സൊല്യൂഷൻ അവന്റെ കയ്യിലുണ്ടല്ലോ, ജേഡ് സ്പിരിറ്റ് ടെസ്റ്റ്. അത് അതിലേക്ക് ചെയ്യുന്നു. അത് ചെയ്ത ഉടനെ പിൽസിന് മാറ്റം വരുന്നു. അതിന് ചുറ്റും എല്ലാം കൂടി സ്ട്രോങ് ആയതുപോലെ ബ്ലഡ് സാക്രിഫൈസ് എന്ന ടെക്നിക് കൂടി ഉപയോഗിക്കുന്നു. അതുപോലെ സ്പിരിറ്റ് അറിയുന്നു. അങ്ങനെ അത് കംപ്ലീറ്റഡ് ആയി. അതിന്റെ എഫക്റ്റ് മുകളിലേക്ക് പോയി. തണ്ടർ ക്ലൗഡിന്റെ കളർ മാറി. അതിന്റെ 3ആയിരുന്നെങ്കിൽ ഇപ്പൊ 4ാമത്തേത് ആക്കുകയാണ് മൂവിന്റെ അതേ ലെവലിൽ. എന്നാൽ തണ്ടർ ക്ലൗഡിന്റെ സ്ട്രെങ്ത് അത് ശിവനാണ് കൂടുതൽ. എല്ലാരും അത് കണ്ട് നിൽക്കുക. ശിവൻ പിന്നെ ചെയ്യാനായി തുടങ്ങി. അവൻ സ്പിരിച്വൽ എൻഹാൻസ് ടെക്നിക്ക് എന്നാൽ സീക്രട്ട് ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന ദേശമാണ് മൂക്കുന്. കാരണം മൂക്കുന് അങ്ങനെയൊന്നും ഇല്ല. ശിവൻ അടുത്ത തണ്ടർ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തു. 5ാമത് തണ്ടർ ലൈറ്റനിങ് ആക്കി. എല്ലാവരും അതിശയിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണ് 5 തണ്ടർ ക്ലൗഡ് ലൈറ്റനിങ് പിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന്റെ എഫക്റ്റ് അത്രയും ടെറിഫിക് ആയിരുന്നു. അവിടെ മുഴുവനും അതിന്റെ എഫക്റ്റ് അവിടെ മുഴുവൻ ആഹ്ലാദം. കാരണം സോൾകൾ കൊണ്ടുപോകും എന്ന് കരുതി ഒരു മിറാക്കിൾ കാണിച്ചു. അതിൽ ശിവൻ ഇത് സക്സസ് ആകുമെന്ന് ആരും കരുതിയില്ല. അങ്ങനെ നിൽക്കുന്ന മുകളിലെ തണ്ടർ ക്ലൗഡിന് എന്തോ പറ്റുന്നത് നോക്കുമ്പോൾ മൂക്കുവിനെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാ. ആ തണ്ടർ ക്ലൗഡ് അതുമായിട്ട് മെറിജാകാൻ തുടങ്ങിയ അവസാനം ഒരു ഭീമകരമായ തണ്ടർ ക്ലൗഡ് അതിൽ നിന്ന് ലൈറ്റനിങ് താഴെ കടിക്കുന്നു. മുൻപൊക്കെ ഒരു ലിമിറ്റിനാണ് വന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ആ ലൈറ്റനിങ് ഡിവൈസ് എല്ലാം ആക്ടിവേറ്റ് ആയി. വൺസ് അത് ബ്രേക്ക് ആയാൽ എല്ലാം കഴിയും. കാരണം അത്രയും ടെറിഫൈ ആയ ലൈറ്റനിങ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നു അത് ബ്രേക്ക് ആകാനും തുടങ്ങി. മൂക്ക് കൊണ്ടിട്ട് 5 തണ്ടർ ക്ലൗഡ് ലൈറ്റനിങ് നിനക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. നീ ചാവുന്നത് എനിക്ക് കാണണം. ശിവൻ കണ്ടിട്ട് ഇത് ഡാമേജ് ആയാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഡാമേജ് ആയത് അത് ബ്രേക്കായ ശിവന്റെ ഇപ്പോഴത്തെ എബിലിറ്റി വെച്ച് അത് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ അവൻ അവിടെ നിന്ന് മാറുന്നില്ല എന്നതാണ്. വിശ്വാനെ മാറാൻ വരുന്നുണ്ട്. അവസാനം ചുറ്റുള്ളത് സെൻട്രലിലുള്ളത് എല്ലാം ബ്രേക്കായി. എല്ലാവരും ഷോക്ക് അടുത്ത തണ്ടർ ലൈറ്റിങ് ഡയറക്റ്റ് ശിവന് നേരെ വരും. അവർ നോക്കുമ്പോൾ ആ തണ്ടർ ലൈറ്റിങ് അതൊരു ഡ്രാഗൺ പോലെ ആയിട്ട് മാറി. അത് അഗ്രസീവ് ആയിട്ടുള്ള ഒരു സൗണ്ടും. ഓഡിയൻസ് എല്ലാവരും പേടിച്ച് ഓടാനും തുടങ്ങി. കണ്ടപടെ ഇഷിയന് ടൈം ലൂസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അത് അവന്റെ അടുത്തെത്തി. ശിവൻ എന്ന ഒരു ചിരിയാണ്. നോക്കുമ്പോൾ എർത്ത് ലെവൽ പപ്പറ്റിനെ പുറത്തെടുത്തു. ആ തണ്ടർ ലൈറ്റിനിങ് അത് തടയുമല്ലോ, അത് ചെയ്യാനും തുടങ്ങി. അതൊന്നും വന്നത് മുഴുവനായിട്ട് തടയുന്നു. ആ ലൈറ്റിനിങ് ആകട്ടെ എവിടെ പോവാണ്. 3 പേര് പെട്ടെന്ന് തന്നെ ഷീൽഡ് ഉണ്ടാക്കി അത് തടയുന്നു. എന്ന് മാത്രമല്ല പപ്പറ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ രൂപം മാറാനായി തുടങ്ങി. ശിവൻ കണ്ടിട്ട് ഇത് എപ്പോൾ പോകുന്നു എന്നത് മനസ്സിലായി. തീർന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഫോഴ്സ് കൊടുത്ത് ആ പപ്പറ്റ് അതിനെ ബ്രേക്കാക്കി മുകളിലേക്ക് വെച്ച് അത് മുഴുവനായിട്ട് ഇല്ലാതായി. അങ്ങനെ നോർമലായി ആ തണ്ടർ സ്റ്റോമിനെ ഇല്ലാതായി. അപ്പോഴാണ് ആശ്വാസിച്ചത്. മൂക്കിന് ഒട്ടും തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അവനെ എങ്ങനെ അത് തളരും. ആ പപ്പറ്റ് അത് ലൈറ്റനിങ് പവർ അബ്സോർവ് ചെയ്തോ എന്നൊക്കെ സംസാരം അത് അവിടെ മാസായിട്ട് നൽകും. ഇപ്പൊ അതിന്റെ ബോഡി മുഴുവൻ സെലസ്റ്റൽ ക്രിസ്റ്റനായിട്ട് മാറി. ക്രിസ്റ്റല് ശിവാനി മാസ്റ്ററിനോട് യാവച്ച നിന്റെ ഡിസിപ്ലിനെ നീ തിരിച്ചു വരുമ്പോൾ നിനക്ക് പ്രൗഡായിട്ടുണ്ടാകും. ശിവൻ ആപ്പിൾസ് ഉണ്ടാക്കി കഴിഞ്ഞു. അവൻ മാസ്റ്ററായിട്ടുള്ള പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ട്, മാസ്റ്റർ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു പാത്ത് തിരഞ്ഞെടുത്താൽ അതിന് ലിമിറ്റില്ല. തീർന്നെന്ന് തോന്നിയ ഉള്ളില് ചെറിയൊരു ഫയർ മതി പുതിയ വഴി ഉണ്ടാകാൻ. എങ്കിൽ ഇന്നലെ ഇംപ്രസ് ആക്കില്ല. അല്ല അതുമല്ല ടീച്ചറിന് ഇവർ ഇതുവരെ മറന്നിട്ടില്ല. അവർ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുകയാണ് എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ശിവാൻ പിൽസ് എല്ലാം ചെക്ക് ചെയ്ത് ഇപ്രാവശ്യത്തെ പിൽസ് കോൺഫറൻസ് വിന്നർ ശിവൻ. എല്ലാവരും കൈയടി വിളി. ഫസ്റ്റ് പ്രൈസിൽ പിൽസ് പഗോഡിലെ ഹയസ്റ്റ് പൊസിഷൻ മാത്രമല്ല എന്ന് പറഞ്ഞ് സോൾ മന്ത്ര കൊടുക്കുന്നുണ്ട്. അത് കിട്ടി അവൻ ഹാപ്പി. 2 ഡേയ്സിനുള്ളിൽ സ്റ്റാർ റീജിയനോ പോകാനാകും. ടോപ്പ് 10-ലുള്ളവര് 3000 ബേണിംഗ് ഫ്ലെയിം അത് ഉപയോഗിക്കാൻ കഴിയും. ശിവൻ മനസ്സിലെ ഫൈനലി എനിക്ക് ആ ലെജൻഡറി എറ്റേണൽ ഹെവൻലി ഫ്ലെയിം കാണാൻ കഴിയും. അത് ബോൺസിലെ ഫ്ലെയിമിനെ കാട്ടി മുകളിലുള്ളതാണ്. മൂവിന്റെ ആവശ്യം അതാണ്. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ശിവനെ ഒക്കെ ശിവാൻ വിളിച്ചു. പിറ്റേന്നാണ് വിളിച്ചത്. അവർ ആരൊക്കെയെന്ന് പറയണേ. ഇത് ശിവാനി, ആന്റി ശിവാനി എന്ന് വിളിച്ചാൽ മതി. ഇത് യാവച്ചന് ഏറ്റവും ക്ലോസ് റിലേഷനിലുള്ള ആളാണ്. അതായിട്ട് ശിവാനി നിർത്താനായിട്ട് പറയുന്നു. ശിവനെ മാറ്റി
മനസ്സിലായി കാര്യം. മറ്റേത് ടൈൻലി എന്ന് പറയുന്നുണ്ട് അവരോട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ സ്റ്റാർ റീജിയൻ ഓപ്പൺ ആക്കുക, അതിനുള്ളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും, നമ്മൾ 3 പേര് സ്പേസ് ഓപ്പൺ ചെയ്യും, അതിനുള്ളിലാണ് ഹെവൻലി ഫ്ലെയിം സീൽ ചെയ്തിരിക്കുന്നത്, അവർക്ക് പേടി സോൾ ഹാൾ എടുക്കും, അഥവാ ഫെയിലായ ആ സീല് അതിനെന്തെങ്കിലും അവർ ചെയ്യും, അവർക്ക് അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും, സ്റ്റാർ റീജിയനിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സോൾ ഹാൾ അത് എടുക്കാതിരിക്കാൻ അവർ നോക്കണം. അവർ അത് ഡിസ്ട്രോയ് ചെയ്യുമെന്ന് ആകുമ്പോൾ ഈ പേരിൽ ഡിസ്ട്രോയ് ആക്കണം. പിൽസ്ഫാഗോഡിലുള്ള ആൾക്കാരെ അവരെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. പിൽസ്ഫാഗോയുടെ സർവൈവ് നിങ്ങളിലാണ്. ഷിയോനോട് പിൽസ്ഫാഗോഡിൽ തന്നെ നിൽക്കാനായിട്ട് അവന്റെ സേഫ്റ്റി അതിന് പറയുന്നു. അവനും ഓക്കെ. അത് കഴിഞ്ഞ് സിയാൻ അവർ റൂമിലേക്ക് വരുവാണ്. അതിനുള്ളിലെ ലക്ഷറി അതൊക്കെ കണ്ട് അതിശയിച്ചു പോയി. നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ ഒരാളെ ഇൻഫോം ചെയ്തിരുന്നില്ല. സിയാൻ അതിന് ഞാൻ വരും, എനിക്ക് പിൽസാണ്, അതുപോലെ 3000 ബേണിംഗ് ഫ്ലെയിം എടുക്കാൻ ഹെൽപ്പ് ആകും, ഞാൻ സഹായിച്ചില്ലേ, എനിക്ക് ഉറപ്പാണ് അത് സക്സസ് ആകില്ല. കാര്യം ചോദിക്കുമ്പോൾ ഈ ഫ്ലെയിം ടോപ്പ് 3യിലുള്ള പിൽസ്ഫാഗോഡിലുള്ളവരാണ് നോക്കുന്നത്. ഫാളൻ ഹാർട്ട് ഫ്ലെയിം എടുത്തതുപോലെ ആകില്ല. പിന്നെ വഴി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതുണ്ട്, എന്നാൽ എനിക്കൊരു പ്രോമിസ് വേണം. കാര്യം ഷോങ് അവൻ മെഡിസിൻസ് കൊണ്ടുവരും, ഡെയിലി അവൾക്ക് പിൽസ് ഉണ്ടാക്കി തരണം, ഇവൾക്ക് വേറെ ഒന്നും വേണ്ടേ. ശരി അതിനാ ചെയ്യാം, ഇത് കഴിക്കി. എന്നാൽ കൊടുത്തില്ല. അവൾ 3000 ബേണിംഗ് ഫ്ലെയിമിന്റെ കാര്യം എന്ന് പറഞ്ഞു കൊടുത്തു. അവൾ കഴിച്ചിട്ട് പറയുന്നത് സ്റ്റാർ റീച്ചിലേക്ക് പോകുന്നതിന് മുൻപ് ഇഷാൻ പറയുന്നത് കേട്ട് ഇതുപോലെ ഇരിക്കും അല്ലേ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അതുകൊണ്ട് ഷോക്ക് 3000 ബേണിംഗ് ഫ്ലെയിമിന്റെ ചെറിയ വെർഷനാണ് അവളുടെ കയ്യിലുള്ളത്. അവൾ ക്ലാനിലേക്ക് പോയപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത് വളരെയധികം സ്പിരിച്വൽ ഇന്റലിജന്റ് ആയ ഫ്ലെയിമാണ്. ഹ്യൂമൻസിന്റെ മുൻപിൽ അത്ര പെട്ടെന്ന് സബ്മിറ്റ് ആകില്ല. ഷിയോനോട് ഹെവൻലി ഫ്ലെയിം അത് അവരുടേതായിരുന്നു. അത് കേട്ട് അവൻ ഞെട്ടിപ്പോയി. സംഭവം ഏൻഷ്യന്റ് ബോയ് ഡ്രാഗൺ ക്ലാനിലെ ഒരു ആൻസിസ്റ്ററിന് കിട്ടിയതാണ്. ആ ടൈമിൽ ഹെവൻലി ഫ്ലെയിം വളരെ വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ഡ്രാഗൺ സീൽ മാർക്ക് വെച്ച് പിന്നീട് പയ്യ കഴിഞ്ഞ അത് എവൾവായി ട്രോങ്ങയും ഭീമാകാരമായ ഡ്രാഗൺ രൂപത്തിലായിട്ടുമായി. ആ ഡ്രാഗൺ സീൽ ഉള്ളത് കൊണ്ടാണ് ഡ്രാഗൺ രൂപത്തിലായിട്ടും ആയത്. അവ പിൽസ്ഫാഗോഡ് സീൽ ചെയ്ത് വെച്ചതെന്നത് ചോദിക്കുമ്പോൾ അവരുടെ ആൻസിസ്റ്റർ കാണാതായതിനു ശേഷം അവർക്ക് മാത്രമേ സീൽ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിന് കാരണം അവൾക്കും അറിയില്ല. ഷിയോനഫ് ആ ഹെവൻലി ഫ്ലെയിം അതിന് ഒരു മാസ്റ്റർ ഉണ്ട് എന്നത് മനസ്സിലായി. അങ്ങനെയെങ്കിൽ അത് എടുക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ആര് പറഞ്ഞ് കഴിയില്ല എന്ന് സിയാൻ ഒരു ബോട്ടിൽ കൊടുത്ത് അവന് ഡ്രാഗൺമാർക്ക് കൊടുക്കാൻ പോവുകയാണ്. അതിനുള്ളിൽ ഏൻഷ്യന്റ് ഡ്രാഗൺ ബ്ലഡ് അതാണുള്ളത്. അവളുടെ ക്ലാനിൽ നിന്ന് നൈസായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പേടിക്കണ്ട, അവൾ ചെയ്യുന്ന പ്രശ്നത്തിന് അവർ ഒരിക്കലും തന്നെ ബ്ലെയിം ചെയ്യില്ല. അവർക്ക് സോൾവ് ചെയ്യാനേ സമയമുള്ളൂ. അവന്റെ കയ്യിൽ ആ ബ്ലഡ് ആ സീൽ മാർക്ക് വന്നു, ആ ഡ്രാഗൺ സീല്. ഇതുകൊണ്ടെങ്കിൽ എടുക്കാൻ കഴിയുമെന്ന് നിശ്ചയം ചോദിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. സ്റ്റാർ റീജിയനിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ളത് കൂടി ഉപയോഗിച്ച് ഹെവൻലി ഫ്ലെയിമിന്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞു കൊടുത്തു. അവൾ അതിന്റെ ഉള്ളിൽ ഹിഡൻ ഡ്രാഗൺമാർക്ക് അത് ആക്ടിവേറ്റ് ആവുക, അങ്ങനെയെങ്കിൽ അതിന്റെ എനർജി ഇല്ലാതാക്കാൻ കഴിയും. ബാക്കിയല്ല അവന്റെ കയ്യിലാണ്. ഫെയിലായോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ മടിക്കുന്നുണ്ട് അവള്. അതവനെ കൺട്രോൾ ചെയ്യും. ഷിയോനെ കൺട്രോൾ ചെയ്തത് എങ്ങനെ എന്നതറിയാലോ. ഇത് വളരെ ഡേഞ്ചറാണ് എന്ന് ചെയ്യാൻ വേറൊരു വഴിയില്ല എന്ന് ചെയ്യാൻ അവന്റെ കയ്യിലുള്ളത് ആ ഹെവൻലി ഫ്ലെയിമിനേക്കാൾ മുകളിലുള്ള ഡ്രാഗൺമാർക്കാണ്. അവൻ ഉറപ്പായി അത് എടുക്കാൻ കഴിയും. ആകെ ഒരു വഴിയുള്ളൂ, അവന് ഉറപ്പായി ട്രൈ ചെയ്യും. അവളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ സെൻട്രൽ പ്ലെയിനിൽ വന്നത് ഇതിനാണ്, വെറുതെ തിരിച്ചു പോകില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.